ഒരപകടം ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണമാകുന്ന ഘട്ടത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഒരു യാത്ര നടത്തുന്നു. പിന്നീട് കിളിമാഞ്ചാരോ കയറാനുള്ള തയ്യാറെടുപ്പും. ഒരു മലയാളി പെൺകുട്ടിയുടെ അതിസാഹസികമായ കഥയാണ്. അടൂർ സ്വദേശി സോനു ഇന്ന് നമുക്കൊപ്പം ഉണ്ട്. നമ്മൾ പറയാൻ പോകുന്ന ജീവിതകഥ സോനുവിൻ്റെയാണ്. എങ്ങനെയായിരുന്നു സോനു ഈ ഒരു യാത്രയിലോടുള്ളൊരു അഭിനിവേശം വരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? യാത്രയോടൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത് എനിക്കൊരു ആക്സിഡൻറ്റിന് ശേഷമാണ്. 2018 ഉണ്ടായത്. സ്കൂട്ടറിൽ പോയപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതാണ് പോയത്. പട്ടി ഉറുക്കിയാടി കണ്ണ് രണ്ടും ചെന്ന് റോഡിലിടിച്ചപ്പോൾ അങ്ങനെ റെറ്റിനയ്ക്ക് ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു. വിഷൻ ഒരു 70% നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഓരോ വർഷം കഴിയുന്നവരും എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തൊട്ടാണ് കുറേ യാത്ര ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ കാണണം എന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ഈ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മലനിരകളെല്ലാം കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ മീശപ്പുലിമല കയറി. അതെ അതെ അതെ. അത് എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? ഇതിന് മുമ്പായിരുന്നു, അപകടത്തിന് മുമ്പായിരുന്നോ ഇവിടെ ഒക്കെ പോയത്? ഇല്ല, അപകടത്തിന് ശേഷമാണ്. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം എന്തായിരുന്നു മേഖല തിരഞ്ഞെടുത്തത്? ലോജിസ്റ്റിക്സ് ആയിരുന്നു. ഒരു ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ലീവിന് വന്ന സമയത്താണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ പറയുക, അന്ന് അപ്പോൾ എനിക്ക് എന്താ പറയുക, യാത്ര ചെയ്യണം. അവിടെ കുറേ മലകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള കൊച്ചു കൊച്ചു മലകൾ കയറി തുടങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുന്നേ എവറസ്റ്റ് ബേസ് ക്യാമ്പും കൂടെ കാണണം എന്ന് പറയും. എവറസ്റ്റ് കണ്ണുകൊണ്ട് കാണണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അതിന് ജോലി റിസൈൻ ചെയ്തു, നാട്ടിൽ വന്നു. ഫസ്റ്റ് സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടാണ്, തിരുവനന്തപുരത്തെ. അവിടെ ഒരു സോളോ ട്രിപ്പ് പോയി. പെട്ടെന്ന് എങ്ങനെ കയറാൻ പറ്റില്ല, ഒരുപാട് പ്രൊസീജിയർ ഉണ്ടായിരുന്നല്ലോ, മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നല്ലോ, രജിസ്ട്രേഷൻ ചെയ്യണം, കയറുന്നതിൻ്റെ ഒരു നൂലാമാലകളുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ഘട്ടം? ആ സമയം എനിക്ക് സ്റ്റീറോയിഡൊക്കെ കഴിച്ചിട്ട് നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം പോയി വണ്ണം കുറച്ചു, യോഗയും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറച്ചു. പിന്നെ ഓൺലൈൻ പാസ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അത് ചിറ്റയം ഗോകുമാർ സാറിൻ്റെ കെയർ ഓഫിൽ എനിക്കൊരു പാസ് റെഡിയാക്കി തന്നു. ഫസ്റ്റ് സോളോ ട്രിപ്പ് അങ്ങോട്ടായിരുന്നു. പിന്നെ ബ്രഹ്മഗിരിയിൽ പോയി, ബാണാസുര, പിന്നെ മീശപ്പുലിമല ഇപ്പോഴാണ് പോയത്. അങ്ങനെ കുറേ കേദാർഗന്ധ എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിലൊരു വിൻ്റർ ട്രെക്കിങ്ങും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് എവറസ്റ്റ് എന്ന വലിയ സ്വപ്നത്തിലേക്ക് എത്തുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു എവറസ്റ്റ് കയറണമെങ്കിൽ ഇവിടുന്ന് സോളോ ട്രിപ്പ് തന്നെ ആയിരുന്നു അല്ലേ? ആ ഒരു യാത്രയെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ, ആ ഒരു അനുഭവം? ഇവിടെ 14 ദിവസത്തെ ട്രെക്കിംഗ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 140 കിലോമീറ്റർ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. നേപ്പാളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിമാലയൻ വണ്ടേഴ്സിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. ഞങ്ങളുടെ ടീമിൽ 21 പേരുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിൽ പോയി, അവിടുന്ന് ലൂക്ല എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ 2ാമത്തെ ഡേഞ്ചറസ് എയർപോർട്ടാണത്. അവിടെ എത്തിയിട്ട് അവിടുന്ന് നടക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു ഓർമ്മയൊക്കെ അല്ലേ? ഇപ്പോൾ വീട്ടുകാർക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ആ ഒരു. പക്ഷേ അമ്മയും അച്ഛനും എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നല്ലേ? അതിപ്പം ഈ കാഴ്ച പോകുന്ന കേസ് ആയതുകൊണ്ട് ഇപ്പം എൻ്റെ വിഷൻ എനിക്ക് തിരിച്ചു കിട്ടി. ആ സമയത്ത് അലോപ്പതിയിലൊന്നും ഫലം കാണാത്തതുകൊണ്ട് ആലപ്പുഴ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിൽ അരുൺജി ദേവ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എവറസ്റ്റിൽ പോകുമ്പം എനിക്ക് വലത്തെ ഒരു കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരി അവൾക്ക് എന്താ കാണണ്ടേന്ന് വെച്ചാൽ കണ്ടോട്ടെ, ധൈര്യമായിട്ട് പോയിട്ട് അവളെ സമ്മതിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലും എല്ലാവരും ഓക്കെ, നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവിടെ കയറുമ്പോൾ നമുക്കൊക്കെ ഒരു പക്ഷേ ഈ ചിത്രങ്ങളിലൂടെ അല്ലെ വീഡിയോകളിലൂടെ മാത്രം കണ്ട അനുഭവമാണ് എവറസ്റ്റ്. ബേസ് ക്യാമ്പിൽ എത്തുന്നു, അവിടുന്ന് യാത്ര, ട്രക്കിങ്, ആ ഒരു അനുഭവം എന്ന് പറയാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ആദ്യത്തെ ഒരു 2-3 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എപ്പം വേണമെങ്കിലും മാറിയും. ഞാൻ ചെന്ന സമയത്ത് ആദ്യം ക്ലിയർ ക്ലൈമറ്റ് ആയിരുന്നെങ്കിലും പിന്നെ നല്ല മഴ പെയ്തു. അപ്പം ആകാശത്തിൻ്റെ കളറൊക്കെ നല്ല വയലറ്റ് നിറമായിരുന്നു, നമ്മുടെ വീട്ടത്തെ കൂട്ടുന്നല്ലായിരുന്നു. പിന്നെ സൂര്യൻ ഉദിച്ച് വന്നപ്പം അവിടുത്തെ മഞ്ഞുമലകളൊക്കെ ഇങ്ങനെ സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങുന്ന, അതൊക്കെ കണ്ടുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സ്നോഫോൾ ഉണ്ടായിരുന്നു. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഒരു ബേസ് ക്യാമ്പിൽ എത്തുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് ഈ ഓക്സിജന്റെ നമുക്ക് ബുദ്ധിമുട്ട് നന്നായിട്ട് പ്രതിസന്ധികളുണ്ടല്ലോ. അതായത് ശ്വാസം കിട്ടാതെ വരിക, ഓക്സിജൻ നമ്മൾ പാക്കൊക്കെ ആയിട്ടാണല്ലോ നിങ്ങൾ കയറുന്നത്. ഓക്സിജൻ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ടീമിലുള്ളവർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബേസ് ക്യാമ്പിൽ എത്തിയിട്ട് അവർ ഹെലികോപ്റ്റർ എടുത്തിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നത്. പക്ഷേ എനിക്ക് ഫുള്ള് നടന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു എക്സ്പീരിയൻസ് സാധാരണ ഇപ്പോൾ നമുക്ക്
വലിയ വലിയ മലയൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കയറുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ തുടങ്ങും. ഇത്രയും ഏറ്റവും ഹയസ്റ്റ് സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന് അതുവരെ ഞാൻ ഭയങ്കര ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ഒന്നിനും എന്നെക്കൊണ്ട് പറ്റത്തില്ല, ചെറുതായിട്ട് നടക്കത്ത പോലും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ അവിടെ എത്തിയപ്പം എന്നെക്കൊണ്ട് ഞാൻ വിചാരിച്ച എന്ത് നടക്കും എന്നൊരു ആത്മവിശ്വാസം തോന്നി. പലപ്പോഴും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഓക്സിജൻ്റെ ബുദ്ധിമുട്ട് കാരണം. അപ്പം എന്തിനാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണണം എന്നുള്ള എവറസ്റ്റ് കാണണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവിടെ എത്തിച്ചത്. അതിലും വലുതെന്ന് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങളാണ്. പക്ഷെ കിളിമഞ്ചാരോ വലുതാണ് അല്ലേ, വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പ് എന്ന് പറയാൻ പറ്റും? അതും ഇത് ഇപ്പം തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. യോഗയും ജിമ്മും ആണ് ഇപ്പം മെയിനായിട്ട്. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇന്ന് തൊട്ട് കളരിയിൽ ബ്രീത്തിങ്ങിൻ്റെ ഓരോ ചുവടുകളും കാര്യങ്ങളും ഉണ്ട്, അതും കൂടെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇപ്പൊ പുതിയൊരു തുടക്കമായിട്ട്. ഈ ബ്രീത്തിങ് അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറിന്റെ ഒരു അത് വേണം, ആ രീതിക്ക് നമ്മൾ ബേസ് ക്യാമ്പിനെക്കാട്ടിലും ടഫാണ്. ഇത് 7 സബ്മിറ്റിലുള്ളൊരു മൗണ്ടനാണ് കിളിമഞ്ചാരോ. 19,000 അടി ഹൈറ്റിലേക്ക് നമ്മൾ പോവാണ്. അപ്പം 7 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. 7 ദിവസം കൊണ്ട് കയറി ഇറങ്ങണം. അപ്പം ഓക്സിജൻ്റെ ലെവലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം 2 ഓക്സിജൻ സിലിണ്ടറുമായിട്ടൊക്കെയാണ് നമ്മൾ പോണത്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസും എടുക്കുന്നുണ്ട്. അപ്പം നല്ല കഷ്ടപ്പാടുണ്ട്. ഈ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പം അപ്പം എന്താണ് പറയാറുള്ളത്? ഈ ഒരു കാഴ്ച കണ്ടപ്പം ഇതുപോലെ ഈ ഫോട്ടോസൊക്കെ ആദ്യം തന്നെ ഫേസ്ബുക്കിൽ ഇടുന്നു, പിന്നീടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ വരുന്നു, മാധ്യമ വാർത്തകൾ വരുന്നു, എനിക്കൊന്ന് മനോരമ പത്രത്തിലടക്കം വാർത്തകൾ വരുന്നു അല്ലേ? എന്തായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്? ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം കാരണം. പോയിട്ട് വന്നിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി എന്നായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. അവരെ കൊണ്ട് പറ്റുന്നില്ല, നീയെങ്കിലും എല്ലാം പോയി കണ്ടിട്ട് വരുന്നതിൽ സന്തോഷമുണ്ട്, ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അത് വലിയൊരു എന്തായാലും പേരൻസിൻ്റെ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അതുപോലെ അധ്യാപകർ, അങ്ങനെയുള്ള ഫാമിലി എന്നുള്ളൊരു വലിയ സപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട. ആരും പേടിയായിരുന്നു പുറത്ത് ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ എല്ലാവരും ആരും എൻ്റെ അടുത്ത് നോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടന്നോട്ടെ, പോയിട്ടോ പ്രാർത്ഥിക്കാന്നേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ വിവാഹമൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് ചുരുങ്ങി, ദാമ്പത്യ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് ചുരുങ്ങുകയാണ്, യാത്രകൾ അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ സോനുവിനെ സംബന്ധിച്ച് യാത്രകൾ ഇങ്ങനെ മുന്നിൽ പരന്നു കിടക്കുകയുണ്ടല്ലേ? ആ സ്വപ്നങ്ങളൊക്കെ ഇനി എന്തൊക്കെയാണ്, കൂടുതൽ പ്രതീക്ഷകളെന്നൊക്കെ ഉള്ളത് പറയാം? വീട്ടിലും ഇതുപോലെ ഒരു ആക്സിഡൻറ്റിന് മുന്നേ പറയുമായിരുന്നു കല്യാണത്തിന് ശേഷം ഭർത്താവിൻ്റെ കൂടെ മാത്രം യാത്ര ചെയ്താൽ മതി, അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറയുന്നത്. പക്ഷേ ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷമാണ് ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, സ്വന്തം ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം കല്യാണം കഴിഞ്ഞാലും എനിക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുവാണെങ്കിൽ മാത്രമേ കല്യാണത്തിലേക്ക് പറ്റി ഞാൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലേ? അല്ലെങ്കിൽ യാത്ര തന്നെ മതി എനിക്ക്. ഓക്കെ. അപ്പോൾ ഇത് അടൂര് തന്നെയായിരുന്നു സ്വദേശം? പഠിച്ചതൊക്കെ എവിടെയാണ്? എൻ്റെ സ്കൂളിംഗ് ഒക്കെ CBM നൂറനാട് CBM ICS ആയിരുന്നു. +1 +2 അടൂർ ബോയ്സിലായിരുന്നു. കോളേജ് ബിഷമൂർ കോളേജ് മാവേലിക്ക. ഈ പോയ യാത്രകളിൽ ഏറ്റവും സുന്ദരം എവറസ്റ്റ് ആയിരുന്നോ തോന്നിയത്? എവറസ്റ്റ് എനിക്ക് വീണ്ടും അഗസ്ത്യാർകൂടവും എവറസ്റ്റുമാണ് എനിക്ക് വീണ്ടും വീണ്ടും പോകണം. ഇതിൽ ഒരു സ്പിരിച്വൽ സംഗതി കൂടി അതിനകത്ത് കിടപ്പുണ്ടല്ലേ, അതിൻ്റെ ഒരു എലമെൻറ്റും ഉണ്ടല്ലേ? അതെ, നമ്മളിപ്പോൾ ചിലപ്പം ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം ഇത്രയും പൈസയൊക്കെ മുടക്കിയ ആൾക്കാർ വരുമ്പം അവർക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നേ പറയും. ഇപ്പം നമുക്ക് ഇടയ്ക്കൊന്നും വയ്യാതെ വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ്. നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ പുഷ് ചെയ്താൽ നമ്മൾ പോകും, നമ്മൾ വീണ് പോയാൽ അവിടെ. ഒരു പക്ഷേ അങ്ങനെ സോനുവിനെ കൊണ്ട് ചിന്തിപ്പിച്ചത് കാഴ്ച ഒരു പക്ഷേ ഇവിടെ അവസാനിക്കുമെന്ന് തോന്നിയൊരു നിമിഷത്തിലായിരിക്കണം അല്ലേ? ആ കാഴ്ച നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിന് മുമ്പെല്ലാം കാണണമെന്നുള്ളൊരു. അതുകൊണ്ട് മാത്രമാണ്. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ വർഷം കഴിയുന്തോറും എൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നെ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, ദൂരക്കാഴ്ച കിട്ടത്തില്ലെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അരുൺ ഡോക്ടറാണ് എനിക്കൊരു പുതിയ ലൈഫ് തന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അരുൺ ജീദേവെന്നാണ് ഡോക്ടർ. അതെല്ലേ, നല്ലതൊരു വലിയ ഭാഗ്യം തന്നെയാണല്ലേ. വീണ്ടും നഷ്ടപ്പെടുമെന്ന് കരുതിയെടുത്ത് ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ വിധി വരുന്നു, അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് 4 വർഷത്തോളം ഞാൻ വിഷൻ ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം 1.5 വർഷം ആവുന്നേ ഉള്ളൂ എനിക്ക് കാഴ്ച കിട്ടിയിട്ട്. 4 വർഷം? അതെ. കാഴ്ച ഒട്ടും കാണാൻ പറ്റും? ഒട്ടും അല്ലാന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് മാത്രമേ കാണത്തുള്ളായിരുന്നു. ഒരു ലോങ് വിഷൻ ഒന്നും ഇല്ലായിരുന്നു. ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അടുത്ത്. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൽ നിന്നാണ് വീണ്ടും ജീവിതം. ആ സ്വപ്നങ്ങളിൽ 1 എവറസ്റ്റ്, 2 കിളിമഞ്ചാരോ. ഇനിയുമുണ്ടോ സ്വപ്നങ്ങൾ?
അതെ ഇനിയിപ്പം എനിക്ക് കേദാർനാഥ് പോകണം എന്നുണ്ട്. പിന്നെ തുംഗനാഥ് ചന്ദ്രശില എന്ന് പറഞ്ഞിട്ട് വേൾഡ്സ് ഹൈയസ്റ്റ് ശിവ ടെമ്പിൾ ആണത്, അവിടെ പോകണമെന്നുണ്ട്. പിന്നെ നേപ്പാളിൽ 10th ഹയസ്റ്റ് മൗണ്ടൻ അന്നപൂർണ എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടൻ ഉണ്ട്. അതാണ് ഹയസ്റ്റ് ട്രെക്കിംഗ് ട്രയൽ എന്ന് പറയുന്നത്. 230 കിലോമീറ്ററാണ് നമുക്ക് നടക്കേണ്ടത്. അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഇനിയിപ്പോൾ കിളിമഞ്ചാരോ ആണ് ഏറ്റവും വലിയ ടാസ്ക്. അതെ, ഇപ്പോൾ ഈ അടൂരുകാർക്ക് തന്നെ ഒരു വലിയ അഭിമാനം. നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്, കാണുമ്പോഴൊക്കെ എന്താണ് പറയാറുള്ളത്? അത് എന്താ പറയുക, ഈ വലിയ വലിയ പൊസിഷൻസ് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വന്ന് എന്നെ ചേർത്ത് പിടിക്കുകയാണ്. മോളെ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് അഭിമാനം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്ക് ഇവരുടെയൊക്കെ മുന്നിൽ നിൽക്കാനുള്ള എന്ത് യോഗ്യത എനിക്കെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നീ പോയിട്ട് വാ, ഞങ്ങൾക്ക് അഭിമാനമാണ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ് പോയിട്ട് വരുന്നത് കാണാമെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ കിളിമഞ്ചാരോ പോകാൻ ബേസ് ക്യാമ്പിൽ പോയത് എൻ്റെ സ്വന്തം എക്സ്പെൻസ് ആയിരുന്നു. കിളിമഞ്ചാരോയിൽ പോകാൻ 3 ലക്ഷം രൂപയാണ് എക്സ്പെൻസ് ആവുന്നത്. അപ്പം സ്പോൺസർഷിപ്പിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഞങ്ങളുടെ SNDP ഉണ്ട് ഇവിടെ 303 ശാഖ, പ്രോത്സാഹന സ്പോൺസർഷിപ്പ് എന്നുള്ള രീതിയിൽ അവിടെ നിന്നാണ് കൗൺസിലർ എബിനമ്പാടി സാറും മണ്ണടി മോഹൻ സാറെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടെ എനിക്ക് സ്പോൺസർഷിപ്പ് തന്നു. അപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഘടനാ ബലവും കൂടി അവിടേക്ക് വന്നല്ലേ. അതെ, പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻകുമാർ സാർ ഫസ്റ്റ് സാർ സാറാണ് ധൈര്യമായിട്ടിരിക്കുക, തയ്യാറായിക്കോ, ബാക്കിയെല്ലാം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതും സാറ് തന്നെയാണ്. എന്തായാലും അച്ഛന് സാധാരണ പെൺമക്കളിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ അച്ഛനുണ്ടാവുന്നൊരു ഭയം ഉണ്ടല്ലോ, അച്ഛൻ എന്തായിരുന്നു പറയാറുള്ളത്? അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ട് സേഫായിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നതുകൊണ്ട് ആൾക്ക് ധൈര്യമാണ്, കുഴപ്പമില്ല. അത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു മോനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പിന്നെ അതിന് ശേഷമാണ് പുള്ളിക്കാരത്തിക്ക് യാത്രയോട്, അപ്പോൾ കണ്ണിന് ചെറിയൊരു പ്രയാസം ഉണ്ടായി. അപ്പം യാത്രയോട് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ എവറസ്റ്റിൽ പോകണമെന്ന് പറഞ്ഞു. ആദ്യമേ ഞങ്ങൾക്ക് പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഞങ്ങളെയും കൂടെ അതിലോട്ട് അടുപ്പിച്ച് പിന്നെ നമുക്ക് പോയപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പോയി വന്നതിന് ശേഷം നമുക്ക് സന്തോഷമായി. പിന്നീടുള്ള യാത്രകൾക്കൊന്നും പേടിയില്ലാതെ തന്നെ ഓരോ യാത്രകളും പിന്നീട് അങ്ങോട്ട് കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരച്ഛനും എല്ലാവർക്കും സന്തോഷം തന്നെ. ഉണ്ടായിരുന്നു, നല്ല പേടിയായിരുന്നു. ഈ എവറസ്റ്റോ എന്ന് അവിടെ വരെ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ കിളിമാഞ്ചാരോയിലോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ആണ്. എന്താണ് ഉപദേശം എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഉപദേശം ഒന്നും കൊടുക്കാൻ നമ്മൾ ആരുമല്ല, നമുക്കൊന്നും അറിയത്തില്ല. അതെ അതെ അതെ. ഇങ്ങനെ വീട്ടിലൊതുങ്ങി അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളോടെല്ലാം എന്താണ് സോനുവിന് പറയാനുള്ളത്? ഇപ്പം എൻ്റെ അമ്മയടക്കം അങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അവരോട് പറയാൻ, അവർക്കൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവും. എനിക്കറിയില്ല അവരെന്താണ് മുന്നോട്ട് വരാത്തതെന്ന്. അവർക്ക് ഒരിക്കലെങ്കിലും ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് സ്വപ്നം എന്നുള്ളത്. അതിപ്പോൾ യാത്ര ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനുവേണ്ടി ശ്രമിക്കണം. നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്താ നാളെ സംഭവിക്കാൻ പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ദുഃഖിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പം സമയമുണ്ട്, സമയം കഴിഞ്ഞു പോയിട്ടില്ല. അതാണ് ഇപ്പം. അല്ലാതെ പേഴ്സണലായിട്ട് പറയട്ടോ, എൻ്റെ കൂടെ ബേസ് ക്യാമ്പിൽ 64 വയസ്സുള്ള 3 അങ്കിൾമാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന് വന്നത്. ഒരാൾക്ക് നടക്കാൻ പോലും വയ്യ, എന്നാലും പോകണം, ലൈഫ് എൻജോയ് ചെയ്യണം. ഇത്രയും നാളും മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്രീ ബേഡായിട്ട് നടക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ആവതുള്ള കാലത്തല്ലേ നമ്മൾ അതെ ആഘോഷിക്കണ്ടേ, അല്ലേ? അതെ, അത്ര ആ ഒരു തീരുമാനം തന്നെ. ആരോഗ്യം ഉള്ളപ്പോഴാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട്, ആരോഗ്യം ഉള്ളപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരോഗ്യം ഇല്ലാതിട്ട് അയ്യോ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കാൻ പാടില്ല. എന്തായാലും സോനുവിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, അല്ലേ? ഒരുപാട് ദൂരങ്ങൾ, ഇനിയും മലകൾ കയറാനുണ്ട്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ക്യാമറമാൻ വിഷ്ണുവടിക്കൊപ്പം MS ശംഭു, ONE ഇന്ത്യ.